മക്കളെ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കാണാത്തെ. എവിടെ പോയി? പനി, ചുമ, അങ്ങനെ വേറെ നോക്കി വീട്ടിലേക്ക്. അതൊന്നും അല്ല കാരണം, വേറെ എന്തോ കാരണമുണ്ട്. അത് വീട്ടില് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അത് എന്നോട് പറഞ്ഞോടെ? ഞാൻ പറയാം. പറ. നിങ്ങൾ ഈ ഒരു കളി കൊണ്ട് നിങ്ങൾ ഈ പറയേണ്ട ഞങ്ങൾക്ക് വാക്ക് കിട്ടുന്നില്ലാണ്. കളി കൊണ്ടല്ലേ ഈ പിള്ളേർ ഇങ്ങനെ ആയത്. അതിങ്ങൾക്ക് നേരം വേണം, അതിന് സ്കൂളും പോകുന്നില്ല. പോവാൻ എങ്ങനെയാ? ഞാൻ എന്ത് കളിച്ചു എന്നായി പറയുന്നത്? എന്ത് ചെയ്താലും കുറ്റം. പണിയില്ലാണ്ട് ഇപ്പം ഞാനൊന്നിപ്പം വേണ്ടി പിള്ളേരെ അങ്ങനെയാക്കി, പിള്ളേർ ഇങ്ങനെയാക്കി എന്നെല്ലാം പറഞ്ഞാൽ ഇപ്പം കള്ളുകൂടി എന്ന് പറയുന്നത്. കള്ളുകൂടി എന്താ ചില്ലറ സാധനമാണ്? കള്ളിലെന്താ അത്? ഇതൊന്നല്ലേ, വിഷമൊന്നല്ലേ? നിങ്ങൾ ഇത്രയും സമയം എവിടെ പോയിനി? ടീച്ചറമ്മേൻ്റെ വീട്ടിൽ. ടീച്ചറമ്മേൻ്റെ വീട്ടിലെന്താണ്? വെറുതെ ആടി ഇടിയും കയറി സമയം വയ്ക്കല്ലേ മക്കളെ. അച്ഛൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇങ്ങനെ ആവല്ലേ. ടീച്ചറമ്മേൻ്റെ വീട് ആടാ ഈടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ തെണ്ടി നടക്കാനല്ലാന്ന് വേറെ എന്തിനാ പറ്റുമോ ഇവരാ? ഇതിപ്പോൾ നമ്മളിനി കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും കള്ളുകൂടിയായിപ്പോയല്ല. ഇങ്ങനെ പറഞ്ഞ സമയമായിട്ടുണ്ടാവും. അതാണ് ഞാൻ ഈ മക്കളെയും കൊണ്ട് എന്നാ ചെയ്യല്. ഇങ്ങനെല്ലാം ആയാലും മുമ്പോട്ട് പോകണ്ടേ? നമ്മ ടീച്ചറമ്മേനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്താ കാരണം? കാരണമെല്ലാം ടീച്ചറമ്മക്ക് അറിയുന്നല്ലേ. എന്തോ പ്രശ്നമെന്ന് മക്കൾ പറഞ്ഞിരുന്നു. ടീച്ചറമ്മക്ക് അറിയില്ലേ? ടീച്ചറമ്മേൻ്റെ അടുത്ത ആളല്ലേ അവർ, നല്ലോണം അറിയുന്നതല്ലേ. ഇങ്ങനെയും ഉപദേശിച്ചൊന്ന് നേരെയാക്കാനാവോ നോക്കിക്കൂടെ ടീച്ചർ? ഞാൻ പറഞ്ഞു ഗുണവും ഇല്ല. പിന്നെ എന്തെങ്കിലും ഞാനൊരു മാർഗം കാണാം. അല്ലാതെ ഇപ്പം നിങ്ങളോട് എന്താ ഞാൻ പറയാം? അന്ന് ആയിക്കോട്ടെ ടീച്ചറെ, നമ്മൾ പോയിട്ട് വരാം. എന്നാൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്ക്. ശരി, വാ മക്കളെ.